തീരുകയാണ്. നാളെ ദുആയോടുകൂടി തീരും. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. കുറേ പേരിങ്ങനെ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഞാൻ ഖത്തീബിനോട് ആദ്യം ചോദിച്ചു, ഉസ്താദ് എന്തേ വെള്ളിയാഴ്ച മരണം വളരെ കുറവാണ്. കാരണം വെള്ളിയാഴ്ച മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിക്കണേ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം അത് എല്ലാവർക്കും കിട്ടൂല വാപ്പ. പെരുമാതിറയിൽ ഇന്ന് വരെ വെള്ളിയാഴ്ച മരിച്ചവരുടെ കണക്കെടുത്ത് നോക്ക്. തുച്ഛമായ ആൾക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അത് മരിച്ചവരാരും VVIPകളായിരിക്കത്തില്ല. നോക്ക്, വലിയ പണക്കാരനോ അങ്ങനത്തെ വലിയ ആളൊന്നുമല്ല, സാധുക്കളായിരിക്കും വെള്ളിയാഴ്ച മരിച്ചിരിക്കുക. അത് എല്ലാവർക്കും നിങ്ങൾ തന്നെ നിങ്ങൾ ചില ആൾക്കാരുടെ മയ്യത്ത് പെരുമാതിറ പള്ളിയിൽ കൊണ്ടുവച്ചപ്പോ ആള് കണ്ടു, പള്ളി നിറഞ്ഞു, പുറംപള്ളി നിറഞ്ഞു. ആരാടാ ഇവൻ? ഇത്ര ആള് വരാൻ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്, വലിയ ഭാഗ്യമാണ്. നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇവൻ ഈമാനോട് കൂടിയാണോ മരിച്ചയില്ലയോ എന്ന്. ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. നെറ്റിത്തടം വിയർക്കും, മൂക്കിന്റെ ദ്വാരം വികസിക്കും, വല്ലാത്ത ഒരു വെളിച്ചം. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ ഗ്ലാമർ വൈറ്റിനാണെന്നല്ല, ഏറ്റവും വലിയ സൗന്ദര്യം വൈറ്റ് നിറത്തിനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്നവരുടെ ഈ കവളി നോക്കണം, ഒരു മഞ്ഞ വല്ലാത്ത നിറം. ഇന്ന് നമ്മൾ അവരുടെ മുഖം ഓർക്കാറുണ്ട്. ഉസ്താദ് എന്റെ വാപ്പ, അല്ലാഹു, നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനോഹരമായ മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ കിട്ടൂല ഈ മരണം. ഒരാൾക്കും നല്ല മരണം വെറുതെ കിട്ടൂല. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആൻ പറഞ്ഞു, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ നാവ് പൊങ്ങണം. നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹ് വിചാരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയല്ല, യതീമായ മക്കൾക്ക് വേണ്ടിയല്ല, രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് വേണ്ടിയല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മദ്രസ, നമ്മുടെ മക്കൾ വന്ന് അലിഫ് ബാ പഠിക്കുന്ന മദ്രസ. നിസ്കരിക്കേണ്ടത് എങ്ങനെ, ഖുർആൻ ഓതേണ്ടത് എങ്ങനെ, മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെ, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെ, വുളൂഇന്റെ ഫർള് എന്ത്, വാജിബ് എന്ത്, സുന്നത്ത് എന്ത്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഇവിടത്തെ മദ്രസയാ. നിങ്ങൾ ചിന്തിക്ക്, രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതും. എല്ലാ മദ്രസയിലും അവർ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതും. പടച്ചവനെ, പഠിച്ച് തീർന്നു പിരിയുമ്പോൾ ഒരു 3 സ്വലാത്ത് പറയും. നമ്മുടെ മക്കൾ നമ്മളെ മറന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സൽക്കർമ്മം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, നാം ചിന്തിക്ക്, ജീവിതത്തിൽ എന്തെങ്കിലും. എനിക്കറിയുന്ന ഒരാള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഭവം പറഞ്ഞത് 36 വയസ്സുണ്ട്, കൊറോണ കൂടുതലായി, ലെൻസിലൊക്കെ ബാധിച്ചു. സക്കറാത്തിന്റെ അവസ്ഥയിൽ ഡോക്ടർമാര് പറഞ്ഞു, ഇനി മരുന്നൊന്നുമില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചേക്കാൻ. അദ്ദേഹം കേട്ടുകൊണ്ട് കിടക്കുക. ഈ ഉസ്താദ് കേട്ടുകൊണ്ട് കിടക്കുകയാ. ഇപ്പൊ 8 ദിവസത്തെ വയല് കഴിഞ്ഞു. ഇവിടെ എത്ര ദിവസമായി? 9ാമത്തെ ദിവസത്തെ വയല. ഞാൻ ചോദിക്കട്ടെ, ഈ 36 വയസ്സുള്ള ഉസ്താദ് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന 2 ചെറിയ മക്കളുണ്ട്. അദ്ദേഹം ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കരയുമ്പോ ഈ അമുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാനായതുകൊണ്ട് കരയായിരിക്കും. അടുത്തുപോയി പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ചെയ്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ കരയല്ലേ. നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് കരയാണോ, അതോ മരണം അടുത്തത് ഓർത്തിട്ട് കരയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ കരയുന്നത് മരണത്തെ ഓർത്തിട്ടൊന്നുമല്ല. കാരണം എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു എൻ്റെ മരണം എഴുതിയിട്ടുണ്ട്. ഞാൻ എവിടെ വെച്ചും മരിക്കുമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയണേ? നിങ്ങൾ എന്തിനാ കരയണേ? ആ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ ജീവിതത്തിൽ. ഞാൻ മരിക്കുമ്പോ അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ.
നിസ്കാരമോ നോമ്പോ സദക്കയോ സൽക്കർമ്മങ്ങൾ വളരെ കുറവാണല്ലോ. ഞാൻ അള്ളാഹിനോട് എന്തു പറയും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്തുണ്ട് വാപ്പ നിന്റെ കയ്യില്? നമ്മളൊക്കെ ഇന്ന് രാത്രി മരിച്ചുപോയ എന്തുണ്ട് കയ്യില്? ഒരു റക്അത്ത് നിസ്കാരമുണ്ടോ? എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. ചിന്തിക്കൂ, വെറുതെ ഇങ്ങനെ ഇറച്ചിക്കോഴിയെ പോലെ നടക്കരുത്. ആലോചിക്കണം സഹോദര, മരണത്തെ കുറിച്ച് ഓർക്കിടക്കിടക്ക്. എപ്പോഴെവിടെ വെച്ചാ വരണമെന്നറിയില്ലല്ലോ. മൊബൈലൊക്കെ നോക്കിയാൽ കാണാം, 5 പേരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊരു വീഡിയോ ഉണ്ട്. ഒരു കുടുംബത്തിൽ 5 പേർ, പാപ്പയും ഉമ്മയും 3 മക്കളും. സാധാരണ ഗൾഫിൽ നിന്ന് വരുമ്പോ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോയി ലഗേജൊക്കെ വാരി സന്തോഷത്തോടെ. പക്ഷെ ആ ഉമ്മയും വാപ്പയും 3 മക്കളും വന്നു 5 ആംബുലൻസിനകത്ത്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. നീ എന്തിനാ ലോകത്തോട്ട് നോക്കണം? നിന്റെ കുടുംബത്തിൽ നോക്ക്. നിന്റെ വാപ്പാനെ 3 കഷ്ടം തുണിയും പൊതഞ്ഞിട്ട് ഈ പള്ളി കൊണ്ടുവച്ചത് നീ തന്നെയല്ലേ? നിന്റെ ഉമ്മ എന്ത് ചിന്തിക്കാത്ത? നാട്ടുകാരെന്തിനാ നോക്കണേ? നിന്റെ ഉപ്പ എവിടെ? നമ്മുടെ ഉമ്മ എവിടെ? സഹോദര, പെരുമാതുറ പള്ളിയുടെ ഏതോ മൂലയിൽ കിടക്കുന്നുണ്ട് പള്ളിപ്പറമ്പിൽ. നിനക്ക് തിരക്കുള്ളത് കാരണം അങ്ങോട്ട് പോകാനും സമയമില്ല. നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മരണത്തെ കുറിച്ച് ചിന്തിക്കുക സഹോദര. മരണവേദന വല്ലാത്തതാ, ഭയാനകമാ. അള്ളാഹു നമുക്ക് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്ത് മക്കളെയൊക്കെ വിചാരിച്ച് നടന്നിട്ട് എന്ത് കിട്ടാൻ? മക്കളൊക്കെ ഞാൻ ഇന്നലെയൊക്കെ ഏർവാടി പോയി. അള്ളാഹുവേ, സഹോദരങ്ങളെ, നമ്മൾ സിഹിർ ചെയ്യുന്നവരൊക്കെ അള്ളാഹു എന്തൊരു ദുൽമെന്നറിയോ? എന്ത് ദുൽമ സഹോദര. ഇന്നലെ ഞാൻ ഏർവാടി പോയപ്പോ കണ്ടവര് മുഴുവനും പറഞ്ഞ ഒരു വാക്ക്, ഉസ്താദെ, ഈ സിഹിർ ചെയ്യുന്നവരെ കുറിച്ചൊന്ന് വഅദ് പറയണം. 101 രൂപയും ഒരു വെറ്റിലയും മതി നിങ്ങൾക്ക് നിസ്സാരം. പക്ഷെ എത്ര കൊല്ലമാണെന്നറിയോ ഓരോ കുടുംബം. ഒരാൾ ഇന്നലെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ വാപ്പ പോയി, എന്റെ ഭാര്യ പോയി, എന്റെ മോൻ പോയി, എന്റെ ഉമ്മ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഉസ്താദ്, എല്ലാരും പോയി. ചെറുപ്പക്കാരായ കൊച്ചു കൊച്ചു മക്കൾ. ഇന്നലെ ഒരു ഹാഫിദിനെ കണ്ടു. അല്ലാഹു അഅലം. അവസാനം ഇറങ്ങുമ്പോ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ്, 1 കൊല്ലമായി ഖുർആൻ ഓതിയിട്ട് മറന്നുപോയി ഉസ്താദ്, ദുആ ചെയ്യ്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. എത്രയോ ആൾക്കാർ നിസാരം അല്പ നേരത്തെ സമയം മതി സർവ്വതും മറിഞ്ഞു പോകാൻ. അല്ലാഹു കാക്കുമാറാകട്ടെ.